ഹായ് മക്കളെ, നമ്മുടെ +1 നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അതിന് താഴെ വരുന്ന കുറച്ച് കമൻറ്റുകളുണ്ട്. ഞാൻ കുറച്ച് കമൻറ്റുകൾ വായിക്കാം. ടൈം ടേബിൾ പോലും കാണാത്ത ഞാൻ. അടുത്ത കമൻറ്റ് വായിക്കാം. ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത ഞാൻ. നെക്സ്റ്റ് കമൻറ്റ് ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയൊരു കമൻറ്റാണ്. ലൈക്ക് അടിച്ചാൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ജയിക്കും. അതിൻ്റെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ആ പറയുന്ന കമൻറ്റിൽ വന്ന ലൈക്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 110 ലൈക്കുകളും 24 റിപ്ലൈയുമാണ്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കമൻറ്റിൽ ലൈക്ക് അടിച്ചാൽ ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന 110 പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. മക്കളെ, നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി ആകെ ഒരാഴ്ച കൂടിയില്ല. സോ ഈ ഒരു മൊമെൻറ്റിലും ഇതുപോലെ നിങ്ങൾ ഉറപ്പുകയാണെങ്കിൽ 8ന്റെ പണി തന്നെയാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ +1 ആദ്യമായി അപ്രോച്ച് ചെയ്യാൻ പോകുന്ന പ്രോപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിസ്മസ് പരീക്ഷയുടേതാണ്. ഇപ്പോൾ നമുക്ക് വേറെ ഏത് ക്ലാസ്സുകൾ എടുത്താലും, 10ാം ക്ലാസ് എടുത്താലും +2 എടുത്താലും അവയുടെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറിനകത്ത് ഓണം എക്സാമിന് വന്ന പോർഷൻസിൽ നിന്ന് എറൗണ്ട് ഒരു 20 to 30% മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവത്തുള്ളൂ. പക്ഷെ മക്കളെ, നിങ്ങൾക്ക് അങ്ങനെയല്ല. ഇപ്പോൾ ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ 11 ചാപ്റ്റേഴ്സാണ് ഫിസിക്സിനകത്തുള്ളത്. ആ 11 ചാപ്റ്റേഴ്സിനും ഈക്വൽ പ്രയോറിറ്റിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഒരിക്കലും ഓണപ്പരീക്ഷയ്ക്ക് വന്ന ചാപ്റ്റേഴ്സാണ്, സോ അതിനാൽ തന്നെ അവയിൽ നിന്ന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വലിയ ചോദ്യങ്ങൾ വരില്ല എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് മാറ്റി വയ്ക്കുക. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഒരുപോലെ ചോദ്യങ്ങൾ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. സോ എല്ലാത്തിനും ഒരുപോലെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. അടുത്ത കാര്യം, നിങ്ങൾ യൂണിറ്റ് ടെസ്റ്റ് മാത്രം എഴുതി ശീലിച്ചവരായിരിക്കും. ടീച്ചേഴ്സ് പഠിപ്പിച്ച ചോദ്യങ്ങൾ അതേ പാറ്റേണിൽ നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റുകൾ നിങ്ങൾ കണ്ടവരായിരിക്കാം. പക്ഷെ മക്കളെ, യാഥാർത്ഥ്യം അതല്ല. ക്രിസ്മസ് പരീക്ഷയ്ക്ക് അതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആരും തന്നെ എക്സ്പെക്ട് ചെയ്ത് പോരുത്. മറിച്ച് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ ചോദ്യ പേപ്പർ ഇടുന്നത് ഗവൺമെൻറ് ആണ്. കേരളത്തിലുള്ള മുഴുവൻ +1 വിദ്യാർത്ഥികൾക്കും ഒരു കോമൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് ലഭിക്കാൻ പോകുന്നത്. അവിടെ ഒരിക്കലും ടീച്ചർ എന്ത് പഠിപ്പിച്ചു ആ ചോദ്യങ്ങൾ മാത്രം കാണും എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. മറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസിൽ നിന്ന് ഏതു തരത്തിലുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും ആ ചോദ്യ പേപ്പറിൽ കാണാം. അത് ക്രാക്ക് ചെയ്യാൻ, അതിന് ഉത്തരം എഴുതാൻ നിങ്ങളെല്ലാവരും ക്യാപ്പബിൾ ആയിരിക്കണം. സോ ഇനിയുള്ള ദിവസമെങ്കിലും എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുക. അല്ലാതെ ലൈക്ക് അടിച്ചാൽ ജയിക്കുമെന്ന തോന്നലൊക്കെ ഇപ്പോൾ തന്നെ എടുത്തു മാറ്റി വയ്ക്കുക. ഗംഭീരമായി തന്നെ പഠിക്കുക. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ ഇന്നു മുതൽ ഗംഭീരമായി തന്നെ പഠിച്ചു തുടങ്ങിയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വേണം, അടിപൊളിയായിട്ട് പഠിക്കാം. സൈലം കൂടെയുണ്ട്. ഞാനും ഫിസിക്സ് സെറ്റാക്കാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും മക്കളെ. സോ ഓൾ ദി ബെസ്റ്റ്.